നമസ്കാരം. ഇന്നിവിടെ ഒരു പാചക മത്സരം നടക്കുകയാണ്. അതിന് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒന്ന്, ആരോഗ്യത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പാചക മത്സരം എന്നത് തന്നെയാണ്. നമ്മളെപ്പോഴും ഇവിടെ ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ റെസിപ്പീസും ഇപ്പോൾ ബേസ്ഡ് ഓൺ ഹെൽത്ത് ആൻഡ് ഫുഡ് ആൻഡ് ഹെൽത്ത്, ഇറ്റ് ഷുഡ് ഗോസ് ടുഗദർ. അതാണ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ യു ആർ വാട്ട് യു ഈറ്റ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് എങ്ങനെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം ഭക്ഷണത്തിലൂടെ, എങ്ങനെ ഏത് രീതിയിൽ പാചകം ചെയ്ത്, അതിനാണ് ആരോഗ്യ പാചകം ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത് ഈ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ കാലത്ത് നമ്മൾ ആരോഗ്യ പാചകം ശീലമാക്കിയേ പറ്റൂ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രാരംഭ നടപടി എന്ന നിലയിലാണ് നമ്മളുടെ വനിതാരത്നം കണ്ടസ്റ്റൻസിന് വേണ്ടി ഇങ്ങനെ ഒരു ഷോ സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിലേക്ക് ടീനയെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എന്താണ് ടീനയ്ക്ക് കിട്ടുന്നതെന്ന് നോക്കാം. ഇത് ടേസ്റ്റി ആൻഡ് ഹെൽത്തി തീയലാണ് ഉണ്ടാക്കേണ്ടത് ടീനയ്ക്ക്. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, ടേസ്റ്റിന് കോംപ്രമൈസ് ചെയ്യരുത്. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഗീവ് സം ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത് ഓൾസോ. അപ്പം തീയലെന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വൾണറബിൾ പോയിൻ്റ് ആണ്. അപ്പം അത് ആലോചിച്ച് ചെയ്യുക എന്ന് ഞാൻ പറയുന്നുള്ളൂ. അതിന് ദർ ആർ വേസ് ആൻഡ് മീൻസ് ഫോർ എ ഹെൽത്തി തീയൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഞാൻ ചുവന്നുള്ളി തീയൽ ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിലാദ്യം ഞാൻ നാളികേരം മുളകും മഞ്ഞളും ഇട്ടിട്ട് വറുക്കാൻ പോവാണ്. ദെൻ അത് കഴിഞ്ഞ് അത് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. തേങ്ങ ഒരു വിധമായി. ഇനിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതൊന്ന് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം നമുക്ക്. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ പുളി പിഴിഞ്ഞ് ഇതിലേക്ക് ചാറ് കൂട്ടാൻ വേണ്ടി ചെയ്യാണ്. ഇതിൽ ഇനി കടുക് പൊട്ടിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് ചുവന്നുള്ളി കുറച്ച് നുറുക്കി വെച്ചിട്ടുണ്ട്, അത് വഴറ്റി അവസാനം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി തേങ്ങ നമ്മൾ യൂസ് ചെയ്യണ കാരണം ഇപ്പോൾ താളിക്കുമ്പോൾ കുറച്ച് എണ്ണ എടുത്താൽ മതി, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടും. എത്രയും കൂടുതൽ ചുവന്നുള്ളി എടുക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ്. ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിക്കാം.
ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതിൽ കുറച്ച് പുളി കൂടുതലാണ്, അപ്പോൾ കുറച്ചുകൂടെ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ചേർത്താൽ പുളി കുറയും. കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു വട്ടം അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ ഈ സംഭവം. ഇനിയിപ്പോൾ അത് ഉണ്ടായിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും എൻ്റെ ഡിഷ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ടീനയുടെ ടാസ്ക് കഴിഞ്ഞു അല്ലേ? കൺഗ്രാറ്റ്സ്. അപ്പോൾ നമ്മളെ ആക്ച്വലി ഞാനിത് പ്രോസസ്സ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഉള്ളി തീയൽ എന്ന് പറയുമ്പം യു ക്യാൻ ആഡ് സോ മെനി ന്യൂട്രിറ്റീവ് ഐറ്റംസ് ഇൻസൈഡ്. ഓക്കെ, യു കുഡ് ഹാവ് അത് നമുക്ക് മുരിങ്ങയ്ക്ക ചേർക്കാറുണ്ട്, തക്കാളി ചേർക്കാം. അങ്ങനെയാണ് ടേസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ടേസ്റ്റി ഐറ്റംസ് ആണ് അതൊക്കെ. തീയൽ ഉണ്ടാക്കുമ്പോൾ ദർ ഇസ് നോ കോംപ്രമൈസ് ഫോർ ദ ഹെൽത്ത്. അതാണ് ഏതൊരു റെസിപ്പിയും യു ക്യാൻ മേക്ക് ഇറ്റ് ഹെൽത്തി. ടേസ്റ്റ് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ പുളി മുകളിലാണ് കുറച്ചുകൂടെ. മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങളുടെ ടാസ്കിൽ കാണാം.